ഹായ് ഗൈസ്, എല്ലാവർക്കും ജവാദെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ആലുവ മുപ്പത്തെട്ട് തിത്താടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ ഞങ്ങള് തോട്ടത്തിലെ അച്ചിങ്ങ പയറില്ലേ, നമ്മുടെ വള്ളിപ്പയറൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പറിച്ചിന്ന് ചെമ്മീനും അച്ചിങ്ങയും കൂടിയുള്ള കറി വെക്കാൻ വേണ്ടി ഞങ്ങൾ തോട്ടത്തിലേക്ക് പോവുകയാണ്. തോട്ടത്തിലേക്ക് അങ്ങ് അച്ചിങ്ങ പറിക്കാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ. സൈക്കിളാണ് തോട്ടത്തിൽ പോകുന്നത് കേട്ടാ. കപ്പ നട്ടിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഇഷ്ടം പോലെ അച്ചിങ്ങ അതുണ്ട്. അവിടെ അച്ചിങ്ങ പയറക്കാട്ടിട്ടുണ്ട്. അപ്പൊ അച്ചിങ്ങ പറിക്കാൻ അങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങിയാണ്. വിശാലമായ തോട്ടമാണ്. കപ്പയും അച്ചിങ്ങയും പോയി തോട്ടത്തില് ഓണാണ്. അവിടെയാണ് കപ്പയും എല്ലാം റെഡി ആയിട്ട് വരുന്നിരുന്നല്ലേ. കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ, കൊഴുപ്പൊക്കെ നല്ല വിറ്റ വേണമെങ്കിൽ പാമ്പുണ്ട്. ആ, നമ്മളുണ്ടത് അച്ചിങ്ങ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായി വന്നിരിക്കണ് അച്ചിങ്ങ. അതന്നെ, മഴ പോയാൽ കൊറേ പോയിട്ടുണ്ട്. അതേ തോട്ടത്തിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള അച്ചിങ്ങ പറിച്ചുണ്ട് മുറത്തിലേക്ക്. പറിച്ചോ എല്ലാം പറിച്ചു. ഇന്ന് ചെമ്മീനിട്ട് നമ്മളൊരു തകർക്കലാണെന്ന്. ചെമ്മീനും ഇതൊക്കെ പറിക്കാൻ പോ. കുറച്ച് നേരത്തെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട് അച്ചിങ്ങ. അച്ചിങ്ങന്റെ ഇടയിലൊക്കെ ഉണങ്ങിയൊക്കെ അച്ചിങ്ങ ഉണ്ട്. അതെ, ഇത് നമ്മ വിത്തിന് വേണ്ടി ഇട്ടേക്കണാണ്. കണ്ട, അതേ ഉണക്കിയത് വിത്തിന് വേണ്ടി. നല്ലോണം ഉണ്ടെങ്കിൽ കുറെ ഉണ്ട്. വിത്തിന് വേണ്ടി ഇട്ടേക്കാണ്. കണ്ട, ഞമ്മ അടുത്ത സീസണിൽ ഇത് വിത്താക്കും. എന്ന് വെച്ചാൽ വിത്തിന് വേണ്ടി എടുത്തു വെക്കണാണ്. എന്ന് വെച്ചാൽ നാടൻ പയറാണിത്. കൃഷിഭവനിൽ നിന്ന് നമുക്ക് തന്നാണ്. നല്ല അച്ചിങ്ങയാണ് ഇത്താടെ വീട്ടില്. അപ്പൊ ഇവിടെ അച്ചിങ്ങയാണ് ഇതാ നമ്മൾ ഒടിച്ചോണ്ടിരിക്കുകയാണ്. അച്ചിങ്ങ നല്ല വിഷച്ചിങ്ങ, നല്ല വിഷാംശമൊന്നും ഇല്ലാത്ത നല്ല അച്ചിങ്ങ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടാ, ഇതിന് ചെമ്മീനും ഇതും കൂടി കൂട്ടി നല്ലൊരു. ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് നോക്കിയപ്പോ കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ നാടൻ കുറച്ച് ചെമ്മീനും കിട്ടി. ഞങ്ങളുടെ നാടൻ പയറും ഉണ്ടായിരുന്നു, അച്ചിങ്ങ പയർ. ഞങ്ങൾ ഇപ്പൊ തോട്ടത്തിൽ നിന്ന് കുറച്ച് അച്ചിങ്ങ പയറും ചെമ്മീനും കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല, വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാള വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളിയും മുളകും ചതച്ചത് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇടുവാണ്. ലേശം ഉപ്പ് കൂടി ഇട്ടാൽ നമുക്ക് ഇതിനകത്ത് ഉപ്പിന്റെ ഇത് കുറയും. നമ്മുടെ സവാളയും ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിനകത്തോട്ട് നമുക്ക് അച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ചെമ്മീൻ ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ മിക്സിയിട്ട് ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പൊ ബാക്കി ചെമ്മീൻ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ആ പൊടിച്ച ചെമ്മീൻ ഇടുവാണ്. അപ്പൊ ഒന്നും കൂടി നല്ല ചെമ്മീത്തിന്റെ നല്ല ഫ്ലേവർ ഒക്കെ വരും. പ്രത്യേക ഒരു തരം ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ആരും അധികം ചെയ്യാറില്ല. നമ്മളിങ്ങനെ ചെയ്യണത് പ്രത്യേക ഒരു ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. നല്ല ചെമ്മീത്തിന്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ അതേ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മ അരിഞ്ഞു വെച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ അതാ നമ്മുടെ അച്ചിങ്ങ, ചെമ്മീൻ, തേങ്ങാക്കൊത്ത് എല്ലാം കൂടിയുള്ള നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇത് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേഗാതാക്കണം. ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നോക്കാത്ത ആൾക്കാര്. എന്തായാലും നമുക്കിത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ അച്ചിങ്ങ, ചെമ്മീൻ, തേങ്ങാക്കൊത്ത്, മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോ അതിലോട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നേവരെയും ട്രൈ ചെയ്യാത്തവര്
തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.